ഹായ്, ഞാൻ ദീപ. ഞങ്ങളുടെ പാലുകാച്ചിൻ്റെ വീഡിയോ ഇട്ട് അന്ന് മുതൽ വരുന്ന റിക്വസ്റ്റാണ് ഞങ്ങളുടെ ഒരു ഹോം ടൂർ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ പണികൾ അങ്ങനെയൊന്നും തീരാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ഒരിടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ ഞാനൊരു കിച്ചൺ ടൂർ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, ഈ വീട് എൻ്റെ ഹസ്ബൻഡ് ബിജുവും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഞങ്ങൾ ബൈ പ്രൊഫഷൻ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സാണ്. അപ്പം ഞങ്ങൾ ചെന്ന ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സ് ഒന്നും തന്നെ നമ്മളുടെ മനസ്സിലുള്ളൊരു വീട് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് കേൾക്കാൻ പോലും അല്ലെങ്കിൽ കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ കാണിക്കാത്തടത്തു നിന്നാണ് ഞങ്ങൾ തന്നെ ഈ വീട് ഡിസൈൻ ചെയ്യാമെന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് വീട് പണിയുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങളെ കുറച്ചധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപിടി നല്ല പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരുപിടി നല്ല സുഹൃത്തുക്കൾ, അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തുന്നതാണ്. ഒത്തിരി നല്ല വർക്കേഴ്സാണ്. അതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിജു എൻ്റെ ഹസ്ബൻഡ് ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പം ചെറിയ എന്തെങ്കിലും ഒരു ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ബിജു അത് പൊളിച്ചു പണിയിക്കും. അപ്പം ഈ വീടിൻ്റെ മുക്കും മൂലയും ഇഷ്ടം പോലെ പൊളിച്ച് പണിയലിന് ശേഷമാണ് ഈ ഒരു സ്ഥിതിയിൽ എത്തിയേക്കുന്നത്. സെന്റിമീറ്റർ മില്ലിമീറ്ററിന്റെ സ്കെയിലും വെച്ചിട്ടാണ് ബിജു പണി ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പം ബിജുവായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് മൊത്തം 6.23 സെന്റാണ്. ഇതിൽ 2800 സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ ഈ വെച്ചിരിക്കുന്നത്. ഇതിൽ താഴത്തെ നില എന്ന് പറയുന്നത് 1500 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ നില 1300 സ്ക്വയർ ഫീറ്റുമാണ്. ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ ആദ്യമേ ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ മുകളിലത്തെ നില ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഈ വീട് ഈ ലൈനിൽ ഡെഡ് എൻഡിലാണ് ഇരിക്കുന്നത്. അതായത് ചെറിയ ഇടവഴിയാണ്. ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് എടുക്കാണ്ട് തിരിച്ചു പോകാനൊക്കത്തില്ല. അപ്പം അത് തന്നെയായിരുന്നു ബിജുവിൻ്റെ ആദ്യത്തെ കൺസേൺ. ഇവിടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കാണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഈ വീടിൻ്റെ പൊസിഷനിങ് ബിജു ചെയ്തേക്കുന്നത്. വണ്ടി തിരിക്കാൻ പാകത്തിന് വീടിന്റെ മുന്നിലും ഇടതുവശത്തും 3.5 മീറ്റർ വീതം വിട്ട് എൽ ഷേപ്പിലാണ് വീട് പണിതേക്കുന്നത്. കൂടാതെ ഗേറ്റിന് മാക്സിമം പോസിബിൾ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 4.6 മീറ്റർ. അങ്ങനെ ആ പ്രശ്നത്തിന് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടു. ഇനി ഈ വീടിന്റെ സ്ട്രക്ചറൽ ഡിസൈനിലേക്ക് കടക്കാം. ശരിക്കും ഒരു വീട് ചെയ്യുന്നതിന് സ്ട്രക്ചറൽ ഡിസൈൻ കൺസൾട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ സ്ട്രക്ചറൽ ഡിസൈൻ കൺസൾട്ടിങ്ങിലേക്ക് പോകാനായിട്ട് മെയിൻലി 2 കാരണങ്ങളാണ്. ഒന്ന്, സൈറ്റ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ തെങ്ങ് മാറ്റിയപ്പോഴാണ് മനസ്സിലായത് ഈ മണ്ണിന് അധികം ഉറപ്പില്ല. കാരണം 2 അടി താഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം കാണും, അതിലും താഴ്ത്തി കഴിഞ്ഞാൽ മണ്ണിടിയും. സോ ഈ മണ്ണിന്റെ ഉറപ്പറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സോയിൽ ടെസ്റ്റ് ചെയ്തു. സോയിൽ ടെസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ കരിങ്കൽ കെട്ട് പോസിബിൾ അല്ല. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കരിങ്കൽ കെട്ട് പോസിബിൾ അല്ല. പിന്നെ അവർ സജസ്റ്റ് ചെയ്ത കാര്യമാണ് പൈലിംഗ്. അതായത് ഒരു 6 മീറ്റർ 5.5-6 മീറ്റർ താഴ്ചയിലാണ് ഉറപ്പുള്ള മണ്ണുള്ളത്. അപ്പം അത്രയും താഴ്ത്തി നമ്മൾ പൈലിംഗ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പൈലിംഗ് ആണ് ഇവിടെ ചെയ്തത്. ഒരു ചിലയിടത്തൊക്കെ 8 മീറ്റർ താഴ്ചയിൽ പൈലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സാധാരണ ഒരു വീടിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് താഴത്തെ നില എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും മുകളിലത്തെ നിലയും ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള മതിലുകളുണ്ടല്ലോ, വാൾസ് ഉണ്ടല്ലോ, അതിൽ തന്നെ അതിൻ്റെ ഒരു ബലത്തിൽ തന്നെ നമുക്ക് മുകളിലോട്ടും കെട്ടിപ്പോവാം. പക്ഷെ നമ്മുടെ ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ നിലയിൽ അധികവും വാളുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇത് കണ്ടാൽ അറിയാം, ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് റൂമിന് സെപ്പറേറ്റ് മതിലുകളൊന്നും തന്നെയില്ല. ഇവിടെ മതിലുകൾ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ മുകളിലത്തെ ഡിസൈൻ എന്ന് പറയുന്നത് താഴത്തെ പോലെയല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം മുകളിലത്തെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യാനുള്ള മതിലുകൾ അല്ലെങ്കിൽ വാളുകളൊന്നും തന്നെ താഴെയില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനിന് വേണ്ടിയിട്ട് കോളം ബീം അല്ലെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 22 കോളം വേണ്ടി വന്നു.
അപ്പോൾ ആ 22 കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 33 പൈല് ഭൂമിക്ക് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഏതാണ്ട് 6.5 മീറ്റർ താഴ്ചയിൽ. 6.5 മീറ്റർ താഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു 2 നില വീടിന്റെ അതേ പൊക്കത്തിൽ ഭൂമിക്ക് അടിയിലേക്ക് പൈല് പോയിട്ടുണ്ട്. ഓരോ പൈലിനും 6.5 മീറ്റർ താഴ്ചയുണ്ട്. അപ്പോൾ 22 കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 33 പൈലുകൾ ഭൂമിക്കടിയിലേക്ക് പോയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഡബിൾ പൈലിംഗ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് 22-ന് കറസ്പോണ്ടിങ് 33 പൈല് വന്നേക്കുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ കൺസൾട്ടിങ്ങിലേക്ക് പോയത്. നോർമൽ ഒരു വീട് വെക്കാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മണ്ണിന് ഉറപ്പില്ലാത്തതും പിന്നെ നമ്മുടെ ഈ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ കാരണവും. ഓക്കെ, ഇനി ഫ്രെയിംസ് കൺസൾട്ടിങ്ങിൽ മിസ്റ്റർ ശ്രീജിത്തിനെയാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്തത്. നമ്മുടെ ഡിസൈൻ അനലൈസ് ചെയ്തിട്ട് വളരെ വൃത്തിക്ക് തന്നെ പുള്ളി അത് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഒത്തിരിയും ബീം വന്നിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ ക്യാൻഡിലീവറാണ് സപ്പോർട്ട്. മുകളിലത്തെ ബാൽക്കണി, മുകളിലത്തെ ബാത്റൂം ഒക്കെ ക്യാൻഡിലീവറിലാണ് സപ്പോർട്ട്. ഇനി ഇങ്ങനെ കോളം ബീം സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ 2 കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ട്. ഒത്തിരിയും ബീം വരും. അപ്പം നമ്മൾ സീലിംഗിലേക്ക് നോക്കുമ്പോൾ കുറേ അധികം പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. കുറേ അധികം പ്രൊജക്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേട് മറയ്ക്കാനായിട്ട് നമ്മൾ താഴത്തെ നിലയിൽ കിച്ചൺ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫോൾ സീലിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം, ഇത്രയും ഭാഗം നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തേക്കുന്നത് ആ ഒരു ബീമിൻ്റെ പ്രൊജക്ഷൻ കാണിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രൊജക്ഷൻ്റെ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോളം ഉണ്ടല്ലോ, കോളം ചെയ്യുമ്പോഴത്തേക്കും ചുവരുകളിലെല്ലാം പ്രൊജക്ഷൻ വരും. അപ്പം നമുക്ക് സാധനങ്ങളൊന്നും അടുപ്പിച്ചിടാനൊക്കത്തില്ല. നമ്മൾ ഹാളിൽ മാക്സിമം പ്രൊജക്ഷൻ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ഇതെല്ലായിടത്തും കോളത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ വരും. കോളത്തിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഒരു കോളമാണ്, കണ്ടോ? ഈ കോളം ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ മുറിയുടെ ഇങ്ങറ്റം കണ്ടോ, ഇത് മേശ ചേർത്ത് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അങ്ങേ സൈഡിലും ഉണ്ട്. അപ്പോൾ അങ്ങേ സൈഡിലും കണ്ടാലറിയാം, കണ്ടോ? കട്ടിൽ നമുക്ക് അങ്ങോട്ടേക്ക് ചേർത്തിടാനൊക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ഷൻ വരും. കോളം വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ പ്രൊജക്ഷൻ വരും. അപ്പോൾ നമ്മൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം ഒഴിവാക്കി ചെയ്യാം. എങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ആ കാര്യം. കംപ്ലീറ്റ് ഫ്രെയിം സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കോളം ആൻഡ് ബീമിലാണ്. സോ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ സോളിഡ് ബ്ലോക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമലി ഒരു 8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ സോളിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചിൻ്റെ 2 ഇഷ്ടിക വെച്ചിട്ടാണ് മതിൽ പണിയുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. സോ 6 ഇഞ്ചിൻ്റെ സോളിഡ് ബ്ലോക്ക്. പിന്നെ ക്യാൻഡിലീവർ സപ്പോർട്ട് പോകുന്ന ഏരിയ ഉണ്ടല്ലോ, ക്യാൻഡിലീവറിൻ്റെ സപ്പോർട്ടിൽ ചെയ്തേക്കുന്ന ഏരിയയിലൊക്കെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറഞ്ഞ AC ബ്ലോക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്തേക്കുന്നത് ഇനിയും ഒരു നില, അതായത് നമുക്കിനി 3ാമത്തെ ഒരു നില കൂടെ കെട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഡിസൈനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ തടിപ്പണിയിലേക്ക് കിടക്കാം. ഇനി ഈ വീടിന്റെ തടിപ്പണി നോക്കാം. മെയിനായിട്ടും വുഡ് വർക്ക് വന്നേക്കുന്നത് വാതിലുകൾക്കും ജനലുകൾക്കുമാണ്. അല്ലാതെ ഈ വീടിന്റെ കബേർഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്റീരിയറിലാണ് കവർ ചെയ്തേക്കുന്നത്. അപ്പൊ അത് പ്ലൈവുഡ് ആണ്, തടിയല്ല യൂസ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് തേക്കിലാണ് ചെയ്തേക്കുന്നത്. സാധാരണ മെയിൻ ഡോറ് വലതുവശത്തേക്ക് തുറക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് വലതുവശത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ അവിടെ മതിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് 2 പാളിയാക്കിയാണ് ചെയ്തേക്കുന്നത്. 7 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനത്തിലുമാണ് ഇതിൻ്റെ കട്ടള ചെയ്തേക്കുന്നത്. നമുക്ക് കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഇതിലും കുറഞ്ഞ കനത്തിൽ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ ഡോറ് 1.5 ഇഞ്ചിൻ്റെ ഒറ്റ പലകയാണ്, ചട്ടം കൂട്ടി ചെയ്തേക്കുന്നതല്ല. എന്നിട്ട് നമ്മളൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്ത് പോളിഷ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കനം കുറയുന്നതനുസരിച്ച് കോസ്റ്റ് കുറയും. ഇതിപ്പോൾ തടി കൂടുതൽ ഉള്ളതനുസരിച്ച് കോസ്റ്റ് കൂടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഇതിലും കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഫ്രണ്ട് വ്യൂ വരുന്ന ജനലും കട്ടളകളും നമ്മൾ പ്ലാവിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ടത് പോളിഷ് ചെയ്തേക്കുവാണ്.
അപ്പോൾ പ്ലാവ് പോളിഷ് ചെയ്യുമ്പോൾ ആദ്യം ഒക്കെ അതിനൊരു യെല്ലോയിഷ് കളർ ആയിരിക്കും, അതിനുശേഷം ഏതാണ്ട് ഇതുപോലത്തെ ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറും. അത് പ്ലാവിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഏറ്റവും മുകളിലത്തെ ഡോറിൻ്റെ കട്ടളയും നമ്മൾ പ്ലാവിലാണ് ചെയ്തേക്കുന്നത്. ഇനി ജനലുകളുടെയും വാതിലുകളുടെയും കട്ടളകൾ നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ നിലയിലുള്ള കട്ടളകളെല്ലാം പ്ലാവിലാണ് ചെയ്തേക്കുന്നത്, മുകളിലത്തെ നിലയിലെല്ലാം ആഞ്ഞിലിയിലാണ് ചെയ്തേക്കുന്നത്. മുകളിലും താഴെയുമുള്ള ജനലുകളുടെയും വാതിലുകളുടെയും ഷട്ടേഴ്സ് ചെയ്തേക്കുന്നതെല്ലാം മഹാഗണിയിലാണ്. താഴത്തെ ഡോറുകളെല്ലാം പെയിന്റ് അടിച്ചേക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വുഡ് സ്റ്റെയിൻ ചെയ്തേക്കുവാണ്, ഇതുപോലെ. ഇനി വരുന്നത് ബാത്റൂം ഡോർസ് ആണ്. നമുക്കിവിടെ താഴത്തെ നിലയിൽ 2 ബാത്റൂമും മുകളിലത്തെ നിലയിൽ 3 ബാത്റൂമാണുള്ളത്. ആ താഴത്തെ നിലയിലെ 2 ബാത്റൂമിനും 4 ഇഞ്ച് വീതിയുള്ള ഫ്രെയിം വരുന്ന PVC ഡോർസ് ആണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഡിസൈൻ വർക്ക് വരുന്ന PVC ഡോർസ് ആണ് താഴത്തെ നിലയിലേക്ക് എടുത്തേക്കുന്നത്. മുകളിലത്തെ നിലയിൽ സാധാരണ എടുക്കുന്ന സിൻഡെക്സിന്റെ PVC ഡോർസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് താഴത്തെ നിലയിൽ തന്നെയുള്ള മറ്റൊരു ബാത്റൂം ഡോറാണ്, വേറൊരു ഡിസൈനിലുള്ളത്. ഇനി ഫ്രണ്ട് വ്യൂ വരുന്നിടത്ത്, അതായത് വിൻഡോസിന്റെ ഗ്ലാസിന്റെ കാര്യമാണ് പറയുന്നത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകം കാണാത്ത രീതിയിലുള്ള ഒരു കൂളിംഗ് ഇഫക്റ്റ് തരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ. അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുണ്ടിരിക്കും, അകത്തുനിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനും പറ്റും. അങ്ങനത്തെ ഗ്ലാസ്സുകളാണ് ഫ്രണ്ട് വ്യൂ വരുന്ന വിൻഡോസിനെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസിനെല്ലാം സാധാരണ പോലെ സീ ത്രൂ അല്ലാത്ത ഡിസൈനുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ തടിപ്പണിയുടെ കാര്യം. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുറികളുടെ കാര്യം നോക്കാം. ഇതിപ്പോൾ 2 നിലയായിട്ടാണ് ചെയ്തേക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കയറി വരുമ്പോൾ ഒരു ചെറിയ വരാന്തയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അധികം സെപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ഒരൊറ്റ ഹാളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഓഫീസ് റൂം, വലിയ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂം, ഒന്ന് മാസ്റ്റർ ബെഡ്റൂം, ഒന്ന് കിഡ്സിൻ്റെ ബെഡ്റൂം, പിന്നെ 2 ബാത്റൂം, പിന്നെ വരുന്ന ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ്. പിന്നെ മുകളിലത്തെ നില നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 3 ബെഡ്റൂമും 3 ബാത്റൂമും ഉണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. പിന്നെ വരുന്നത് ഹാള്, ഒരു വലിയ ഹാൾ, അതിൽ തന്നെയാണ് കിച്ചണും ഡൈനിങ് സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ചെറിയ 2 വർക്ക് ഏരിയ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും, ഒന്ന് വാടകക്കാർക്കും ഒന്ന് നമുക്കും യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മുറികളുടെ കാര്യം. ഇനി ഓരോ മുറികളുടെയും ഡീറ്റെയിൽസും അതിൽ യൂസ് ചെയ്തേക്കുന്ന പെയിന്റ്, താഴെയുള്ള ടൈല്, പിന്നെ അതിലെ സെറ്റിങ്സ് എല്ലാമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ വരുന്നതാണ്. എനിക്കറിയാം ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോയി എന്നുള്ളത്. ഒരു ടിപ്പിക്കൽ ഹോം ടൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഞാനതിനകത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പുതിയതായിട്ടൊരു വീട് പണിയുന്ന ആൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്ന ടിപ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കുറച്ച് ലെങ്തി ആവും, പക്ഷെ ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മുറികളുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.